നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ബി.ജെ.പിയുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേൽക്കുന്ന തരത്തിലേക്കാണ് കോൺഗ്രസും ഇടതുപക്ഷത്തിന്റെയും ദിനംപ്രതിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുർഭരണം കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ വലയുകയാണ്. വാർദ്ധക്യ പെൻഷൻ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം വരെ മുടങ്ങിയ അവസ്ഥയുണ്ടായി കേരളത്തിൽ. നിർധനരായ വയോജനങ്ങൾക്ക് മാസാമാസം തങ്ങൾക്ക് ലഭിക്കേണ്ട വാർദ്ധക്യ പെൻഷൻ ലഭിക്കാതെ പട്ടിണി കിടന്ന് മരിക്കേണ്ട അവസരം വരെ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കി. എന്നാൽ നവകേരള സദസ്സ് നടത്താനായി കോടികളാണ് സർക്കാർ ചിലവഴിച്ചത്. ശരിയല്ലേ? അതിൽ നിന്നും ഒരംശം മതിയായിരുന്നു ഈ പാവങ്ങളുടെ പട്ടിണി അകറ്റാൻ. എന്നാൽ മുഖ്യം ചെയ്തത് എന്താണ്? AC ബസ്സിൽ നടന്ന് ജനങ്ങളുമായി സംവദിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നതായിരുന്നു വാഗ്ദാനം. എന്നാൽ പിന്നീട് ഈ സദസ്സ് തന്നെ ജനങ്ങൾക്ക് ഒരു വിനയായി മാറുകയായിരുന്നു. ഇത്രയും ദൂർത്ത് നടത്തിയ പിണറായി സർക്കാർ ഇപ്പോഴും ഒരു കൂസലുമില്ലാതെ തങ്ങളുടെ ഭരണത്തെ പുകഴ്ത്തി പാടുകയാണ്. അതോടൊപ്പം എങ്ങനെയും ബി.ജെ.പി ഭരണം കേരളത്തിൽ കൊണ്ടുവരില്ല എന്ന വാശിയിലാണ് മുഖ്യനും കൂട്ടരും. മുഖ്യൻ അമിതമായ ആത്മവിശ്വാസത്തോടെയാണ് സംസ്ഥാനത്ത് ഒരു മണ്ഡലത്തിൽ പോലും ബി.ജെ.പി ജയിക്കില്ല എന്ന് പറയുന്നത്. 20 മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും ബി.ജെ.പി ജയിക്കില്ല എന്ന് തറപ്പിച്ചു പറയുന്നത്. പക്ഷേ തങ്ങളോട് പൊതുജനങ്ങൾ ചോദിക്കുന്നത് ഇതാണ്. LDF വരും, എല്ലാം ശരിയാകുമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കാട്ടി ഈ 7.5 വർഷം കൊണ്ട് എന്താണ് നടത്തിയത്? അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താണ് സംഭാവന ചെയ്തത്? ജനങ്ങളെ കണ്ണുമടച്ച് പറ്റിക്കുകയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നല്ല ഒരു തുടർഭരണം നടത്താൻ തക്ക വിധത്തിലുള്ള സാമ്പത്തികം പോലും ഇന്ന് നിങ്ങളുടെ ഖജനാവിലുണ്ടോ? എന്നിട്ട് പഴി മുഴുവനും കേന്ദ്രത്തിനും സാമ്പത്തികമായി ഞെരിക്കുന്ന എന്നാണ് പറയുന്നത്. വർഗീയതയെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും അനുഭാവികളുമാണ് ഏറ്റവും കൂടുതൽ വർഗീയതയുടെ വിഷം ഇവിടെ ചീറ്റുന്നത്. അത് യുവതലമുറയുടെ രക്തത്തിലേക്ക് വർഗീയതയുടെ വിഷം കുത്തിവെച്ചുകൊണ്ട് നാട്ടിൽ കലാപം സൃഷ്ടിക്കാനാണ് ഇടതുപക്ഷം നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാനൂരിലെ ബോംബ് സ്ഫോടനത്തെ കുറിച്ച് ബി.ജെ.പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ് പ്രതികരിച്ചത് വളരെ ശരിയായ കാര്യം തന്നെയാണ്. എടുത്തു പറയാതിരിക്കാൻ പറ്റുന്നില്ല. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ അക്രമം അഴിച്ചുവിട്ടും ഭരണപരാജയത്തിൽ നിന്ന് ജനശ്രദ്ധ മാറ്റി കലാപം സൃഷ്ടിച്ച് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും വേണ്ടിയാണ് CPM നടത്തുന്ന ഗൂഢ നീക്കത്തിന്റെ തെളിവാണ് പാനൂരിലെ ബോംബ് സ്ഫോടനം. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരൊറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാനും നമുക്ക് സാധിക്കില്ല. വ്യാപകമായി അക്രമം അഴിച്ചുവിടാൻ പാർട്ടി കേന്ദ്രങ്ങളിൽ ഉന്നത കേന്ദ്രത്തിന്റെ അറിവോടെ ഇത്തരം നിരവധി ബോംബ് നിർമ്മാണ യൂണിറ്റുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ ആരാണ് അക്രമം അഴിച്ചുവിടുന്നത്? വർഗീയതയുടെ വിഷം കുത്തിനിറയ്ക്കുന്നത് ആരാണ്? ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് ഇടതുപക്ഷമാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ 2 അംഗമെന്ന സ്വപ്നം നിറവേറ്റാതിരിക്കാൻ പഠിച്ച പണി 18 പയറ്റു നോക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷം. എന്നാൽ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയതിന്റെ തെളിവാണ് ഇന്ന് കേരളത്തിലെ A ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരവും തൃശ്ശൂരും ഒപ്പം മറ്റു മണ്ഡലങ്ങളിൽ നിന്നും ബി.ജെ.പിക്ക് ലഭിക്കുന്ന ജനപിന്തുണ. ഈ പിന്തുണയിൽ നിന്നും മനസ്സിലാക്കാം ബി.ജെ.പിക്ക് എത്രത്തോളം അടിത്തറ ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത്. എന്നിട്ടും എന്തിനാണ് ഇടതുപക്ഷം ഇങ്ങനെ കൊമ്പ് കോർക്കുന്നത്? ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്.